ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഷാസ് കോർണർ ഹിയർ. ഞാൻ ലാസ്റ്റ് യൂട്യൂബിൽ സർപ്രൈസ് വിസിറ്റ് പാർട്ട് 1 ചെല്ലിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടേ. അതിൻ്റെ സെക്കൻഡ് പാർട്ടാവാ ഇത്. അങ്ങനെ ഇച്ച ബാബി പുല്ലൊരു എല്ലാ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പിക്കാക്കനി. ബാബി കറിയല്ല ഞങ്ങൾ നാട്ടിലേക്ക് പറഞ്ഞത്. ഇച്ച പാതിപതിക്ക് എത്തിട്ടാകുമ്പോഴത്തേക്ക് ബാബിൽ ചെല്ലുമ്പോൾ അമ്മ അറിയോ ഷായ് പറഞ്ഞ ചെല്ലിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് റിട്ടേൺ പോകുമ്പോഴത്തേക്ക് കുറച്ച് ഷോപ്പിംഗ് അത് ഇതെല്ലാം ഉണ്ടായി. അങ്ങനെ പുറക്കെത്തും എങ്ങനെ പോയെങ്കിൽ ഒരു 8-8:30 മണിയെല്ലാം ആവും. പിന്നെ ചപ്പ നാരസൻ എന്ന് പറഞ്ഞാൽ ചപ്പ ചെല്ലെങ്കിൽ സാറ്റർഡേ കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടിയിട്ടില്ല ഞാൻ. അങ്ങനെ പിന്നെ നാരസൻ എന്ന് പറഞ്ഞ് ചെല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് ഫ്ലൈറ്റ് നോക്കിയിട്ട് ഫ്ലൈറ്റും ഇല്ല, ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടിയിട്ടില്ല. പിന്നെ മൺഡേ മാത്രം ലീവ് കൊടുത്ത കമ്പനി. അപ്പോൾ മാരേജ് എല്ലാം കഴിഞ്ഞിട്ട് നൈറ്റ് ആവും അവൻ പുറക്കെത്തുമ്പോൾ. സെയിം ഞാൻ വന്നതേ ഫ്ലൈറ്റിൽ അവനും പറഞ്ഞേ. പിന്നെ ആൾറെഡി അവൻ ടിക്കറ്റ് ബുക്ക് ആക്കുമ്പോഴത്തേക്ക് ക്യാബ് ബുക്ക് ആക്കിന. അപ്പോൾ ക്യാബ് ത്രൂ പറഞ്ഞേ അവത്തേക്ക്. പിന്നെ അവൻ പറഞ്ഞത് ഞങ്ങൾക്ക് മിച്ചക്ക് മാത്രം അറിയൂ, വേറെ ആർക്കും അറിയാല്ല. പിന്നെ ഇക്കൻ്റെ ബിസി എന്താ ചെല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ വേണ്ട ഞാനിപ്പോൾ വന്നേ, നിങ്ങൾ വരണ്ട ചെല്ലിക്കൊണ്ടുണ്ടായി ഞങ്ങളേലി. ഞാനിപ്പോൾ വന്നേ മാരേജിക്ക്, നിങ്ങൾ വന്നിട്ടില്ലെങ്കിലും വേണ്ട ചെല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇക്കൊക്കെ പറഞ്ഞായിട്ടില്ല. ചെല്ലെങ്കിൽ ഇക്കൻ്റെ പാസ്പോർട്ട് ഉണ്ടല്ലോ റിന്യൂവൽക്ക് വന്നിട്ടുണ്ടായി. ഞങ്ങൾക്ക് ഗൊന്തായിട്ടില്ല റിന്യൂവൽക്ക് വന്നത്. 1 month ടൈം ഇരിക്കുമ്പോഴത്തേക്ക് നോക്കിനെ. പിന്നെ റിന്യൂവൽക്ക് നോക്കിയിട്ട് റിന്യൂവൽക്ക് ആയിട്ട് കിട്ടിയിട്ടില്ല പാസ്പോർട്ട്. പിന്നെ ഇപ്പോൾ നാട്ടിലേക്ക് വന്നെങ്കും റിട്ടേൺ പോകുമ്പോൾ ഇഷ്യൂ ആവും ചെല്ലിട്ട് പിന്നെ പറഞ്ഞായിട്ടില്ല വന്നിട്ടില്ല. ബട്ട് എന്ത് ചെല്ലുന്നേ ജനുവരിയിലുണ്ടായ മാരേജിന് ഇക്കൊക്കെ വേനായിട്ട് മേക്ക് ഇക്ക ആക്കിന്നെ. ചെല്ലെങ്കിൽ ഇക്കൻ്റെ പ്രോജക്റ്റ് എല്ലാം മേ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആണെന്ന് ചെല്ലിട്ട്. ബട്ട് കുറേ തുള്ളി നിന്നിട്ട് ലാസ്റ്റ് ഇക്കൊക്കെ പറഞ്ഞായിട്ടില്ല മാരേജിക്ക്. പിന്നെ ഞങ്ങൾ എന്തും അപ്പപ്പോൾ പാപ്പൊക്കെ കോളാക്കിയിട്ട് അപ്ഡേഷൻ എല്ലാം കേട്ടോയില്ല. ബട്ട് ഇക്ക എപ്പോഴും എന്തായി മാരേജിൻ്റെ ദോർത്തെല്ലാം എത്തി എന്തായി ചെല്ലിട്ട് അപ്പം കോളാക്കിയിട്ട് കേട്ടുകൊണ്ടുണ്ടായി എല്ലാ അപ്ഡേഷൻസും. ബട്ട് എന്ത് ചെല്ലുന്നത് നല്ല ബേജാറുണ്ടോ ചെല്ലെങ്കിൽ ഞങ്ങൾ മാത്രം വന്ന ഇക്കൊക്കെ പറഞ്ഞായിട്ടില്ല അല്ലേ ചെല്ലിട്ട്. ഇനിയിപ്പോൾ ഞങ്ങളെ പൊരലി നോക്കുമ്പോൾ കായെങ്കും ഉമ്മയും ബാപ്പയും നല്ല ബേജാറാവും. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇക്ക വന്നിട്ടില്ലല്ലേ ചെല്ലിട്ട് ചെല്ലെങ്കിൽ അത്ര ഒരു ഈലുണ്ടായില്ലേ ഇക്ക. അങ്ങനെ ഇച്ച പൊരക്ക് കോളാക്കിയിട്ടുണ്ടേ. അപ്പോൾ ബാപ്പ ഇല്ല പൊരലി, ബാപ്പ ഡയാലിസിസ് ആക്കാന് പോയിനി. ബാപ്പ പൊരക്ക് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പോയെങ്കിൽ ഒരു 9 മണിയെല്ലാം കഴിയും. പിന്നെ അലിയാക്കണ്ടവരും ഇല്ല, അവരും ഷോപ്പിംഗ് പോയിനറി. ഇപ്പോൾ ഔത്തുല്ലേ ചെല്ലിയെങ്കിൽ ഉമ്മയും ചാബിയും പിന്നെ എൻ്റെ ബാപ്പൻ്റെ ഫാമിലീസ് എല്ലാം ഉണ്ട് കുറച്ച്, അവരെല്ലാം ഉള്ളാറ് ഇൻഷാ അല്ലാ. അപ്പോൾ ഒരു എക്സ്പ്രഷൻ എല്ലാം എങ്ങനെ വെച്ചിട്ട് ഞങ്ങൾക്ക് നോക്കാം. മിന്നു ഷായ് വന്നിട്ടില്ല. ഇതെന്താ കാണിച്ചത്? നടക്കട്ട് ഡോർ എടുത്ത് പോ. ചാവി सुद्दीला जाऊन पडपानाक्या बचेली पडपानाक्या बचेली परतु बाईले रुपये मोर നടക്കോനി ഉമ്മാന്നിട്ടില്ല ബാപ്പായും കൊണ്ട് വന്ന ചവി ഏറുണ്ടായി ഗുർത്ത് കിട്ടിയാ സാജാട്ടി എത്ര കൂടി വെറുതെ എതിര് വേണ്ടേ. ഞങ്ങൾ സർപ്രൈസ് എൻട്രി ചെല്ലിട്ട് കുറച്ചപ്പറിപ്പറായി ഞങ്ങൾ പുറക്ക് പോയിട്ടാകുമ്പോൾ ചെല്ലിങ്ങ് ഞങ്ങൾ ഔത്തുണ്ടങ്ങ് കാറ് തിരിക്കുമ്പോൾ കുഞ്ഞാമ്പ മുറ്റത്തുണ്ടായി. അങ്ങനെ ഞങ്ങൾ എന്താക്കിയ കാറ് റിവേഴ്സ് എടുത്തിട്ട് ബാക്ക് സൈഡിൽ പോയിട്ടാകുമ്പോൾ അമ്മയെ കുഞ്ഞാമ്പ കരഞ്ഞിനി ഞാൻ വന്നിനെ ചെല്ലിട്ട്. അങ്ങനെ നേരെ കുഞ്ഞാമ്പ ഞങ്ങളെ കാറിൻ്റെ അടുത്ത് വന്നിട്ട് കിടാണെടുത്തോണ്ട് സീതാ പോയി പുറക്ക്.
അങ്ങനെ പിന്നെ എല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലേ, ഫാമിലീസ് എല്ലാം ഉണ്ടായി. അങ്ങനെ ആൾറെഡി എല്ലാവരും ഈ അച്ഛനെ നോക്കിയാരി. അപ്പോൾ പിന്നെ അവർക്ക് കൺഫേം ആയിന് ഞാൻ ബന്ധനെ ചൊല്ലിയിട്ട് ഉമ്മക്കെല്ലാം അറിയോ ഞാൻ ബന്ധം ചൊല്ലിക്കിട്ടാണ് കണ്ടിട്ടാകുമ്പോഴത്തേക്ക്. പിന്നെ ചെല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി അൽഹംദുലില്ലാ. ചെല്ലെങ്കിൽ എല്ലാ ഫാമിലീസ് ഉണ്ടായി, എല്ലാവർക്കും കൊസി ചെല്ലെങ്കിൽ കൊസിയാഞ്ഞി ഞങ്ങൾ മാരേജിക്ക് ಬಂದത്. ചെല്ലെങ്കിൽ എല്ലാവരും ചൊല്ലിണ്ടായി ഞങ്ങൾ നീർച്ചിട്ടുണ്ടയാ നീ ബറുവാ ചൊല്ലിട്ട് നിങ്ങൾ ആരും വരാതെ പിന്നെ എന്ത് മങ്ങലാ ചൊല്ലിട്ട്. ചെല്ലെങ്കിൽ അത്ര ഹാപ്പി ആയിന് എല്ലാവർക്കും. ഞാനും ഹാപ്പി അൽഹംദുലില്ലാ. പിന്നെ ബാപ്പ ചെല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ ബാപ്പ വന്നിട്ട് ചെല്ലെങ്കിൽ നോക്കിയിട്ടേ ബാക്കി കിടാവ് ബാപ്പൻ്റെ എതിരെ ഇഞ്ഞൻ്റെ എതിർക്കേ ഉണ്ടായി. എന്നിട്ടും അവർക്ക് കൊന്നത്തായിട്ടില്ല ഈ ആച്ചു ചൊല്ലിയിട്ട്. പിന്നെ നന്നെ ഇങ്ങനെ കണ്ടിട്ടാകുമ്പോഴത്തേക്കും ബാപ്പ കണ്ണേ എടുക്കുന്നില്ല, ഷോക്കായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ബിയോ പോയിട്ട് ബാപ്പ ഞാൻ ഈ ഷായി ചൊല്ലിട്ടാകുമ്പോഴത്തേക്കും പിന്നെ ബാപ്പ ഓക്കെ ആയി അൽഹംദുലില്ലാ. ഭയങ്കര കൊസിയായി. ഇത്രയെങ്കിലും ഞാനിപ്പോൾ മാരേജ്ക്ക് പോയിട്ടില്ലെങ്കിൽ എല്ലാം മിസ്സാവട്ടി. അൽഹംദുലില്ലാ കുറേ ഹാപ്പി. അപ്പോൾ ഇനി ചപ്പ പറയുമ്പോഴത്തേക്ക് എന്ത് റിയാക്ഷൻ എന്ന് വെച്ചിട്ട് നോക്കാം. എന്നോട് പറഞ്ഞ എന്തെന്ന് ഇപ്പൊ നീ പുറത്തേക്ക് പോ നോക്കുന്നു, പുറത്തേക്ക് പോ നോക്കുന്നു. ഞാൻ വന്നപ്പോ ഈ എക്സ്പ്രഷൻ എന്തില്ല ഇനി പുറത്തേക്ക് പോ നോക്കി ആടെ ഉമ്മന്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പൊ നീ എന്താ വരാത്തെ? അല്ല നീ എന്താ വരാത്തെ? അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായത് നിന്നോടാ. നീ അന്ന് മുതൽ ഇതുവരെയൊക്കെ പറഞ്ഞോണ്ടായി കല്യാണത്തിലെ വിഷയത്തില്. എന്ത് ചൊല്ലി എന്തൊക്കെ നിങ്ങൾ പുറത്ത് വന്ന എന്തൊക്കെ പുറത്തേക്ക് പോയി അടയ്ക്കും ഉമ്മന്റെ കൊടുക്കി എന്തെല്ലാം പണിയാക്കുന്നുണ്ട് നോക്കട്ടാടെ. അങ്ങനെ ഞാൻ വന്ന്